ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് പുലിയൂർക്ക് പോയാലോ? വരേൻ പുലി ഇറങ്ങുന്ന പുലിയൂരിക്ക്. മാനത്തെ മാരിക്കുറുമ്പേ, പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിതങ്ങൾ നീയുറങ്ങാരോ, വാവാവം പാടിയുറക്കാം ഇന്നിലും അമ്മേ കുഞ്ഞേ, ചാവത്തെ നോവിൽ താരാത്തിൽ നീയുറങ്ങാരോ. പുലിമുരുകന്റെ നാടായ പുലിയൂർക്ക് കുട്ടമ്പുഴ കടന്ന് പൂയംകുട്ടി ഫോറസ്റ്റ് ഏരിയയിലാണ് പുലിയൂര്. എന്നാലേ അങ്ങനെ പുലിയൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ല. അത് പുലിമുരുകൻ സിനിമയില് മാത്രം പറയണ നാടാണ്. പിണ്ടിമേട് ഫോറസ്റ്റ് ഏരിയയിലാണ്. നമുക്കൊന്നും ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് ഉൾക്കാട്ടിലാണ് സിനിമ ഷൂട്ട് ചെയ്തത്. ഇതാണ് മണിയന്ത്രാഞ്ചാല് ചപ്പാത്ത്. ഈ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ട്. എവിടെയെന്നറിയോ? പുലിമുരുകൻ സിനിമയില് ജീപ്പ് വരുന്ന വഴിയത്. ഇത് കടന്നാൽ ആനേനെ പേടിക്കണ്ട, പുലീനെ പേടിച്ചാൽ മതി എന്ന് പറയണില്ലേ, ആ പാലാണ് ഇത്. ഈ പാലം മഴക്കാലത്ത് നിറഞ്ഞൊഴുകും. അപ്പം പാലത്തിന് ഉള്ളിൽ പോകാൻ പറ്റില്ല. പണ്ടത്തെ ആലുവ മൂന്നാർ റൂട്ടാണിത്, രാജപാത. 1924 പ്രളയത്തിൽ ആ വഴി തകർന്നു പോയി. നിറയെ വെള്ളച്ചാട്ടവും കാനനപാതകളും വലിയ മരങ്ങളൊക്കെയുള്ള നല്ല ഭംഗിയുള്ള വഴിയായിരുന്നു ഇത്ര പണ്ടത്തെ രാജപാത. പക്ഷേ എന്നതില്ല. ഇപ്പോൾ പുതിയ മൂന്നാർ റൂട്ടാ. ആലുവയിൽ നിന്ന് നേര്യമംഗലം വഴി അടിമാലിയിലെത്തും. ഒഴുകുന്ന വെള്ളം ഇടമലയാറ് പുഴയായി എത്തിച്ചേരും. എന്നിട്ട് 2 പുഴയും കൂടി തട്ടേക്കാട് ചെന്ന് പെരിയാറായിട്ട് മാറും. ഇതാണ് കുട്ടമ്പുഴ. പൂയംകുട്ടി വനമേഖല കോബ്രയുടെ നാടാണ്. ഏറ്റവും കൂടുതൽ രാജവൻപാലുള്ള കാടാണ് പൂയംകുട്ടി. അപ്പം ഇവിടെ വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളത്തിൽ കൂടെ കിങ് കോബ്ര ഒഴുകി വരും. അപ്പുറത്തെ കാട്ടിന് ആന ഇറങ്ങണ്ടോന്ന് ശ്രദ്ധിക്കണം. ആനയും കരടിയൊക്കെ ഉള്ള കാടാണ്. കാട്ടിലത്തെ ആനിമൽസൊക്കെ പാവ. നമ്മളവരെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി. അവരുടെ ഏരിയയിൽ പോയിട്ട് നമ്മൾ കളിക്കരുത്. എപ്പോഴും വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പാമ്പും മുതലൊക്കെ ഉണ്ടാവും. ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളത്തിലിറങ്ങാൻ പാടുള്ളൂ. നല്ല ക്ലിയർ ക്രിസ്റ്റൽ വാട്ടറാണ്. ഈ വെള്ളത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ
കാർഡ്ബോർഡിന്റെ പീസ് അതൊന്നും ഉണ്ടാവാനില്ല. നമ്മളെപ്പോഴും അത് സൂക്ഷിക്കണം. അത്രയ്ക്ക് ജൈവ വൈവിധ്യമുള്ള കാരണം പൂയംകുട്ടി മേഖലയില് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കടത്താത്തത്. നമ്മളൊക്കെ അവിടെ മലിനാക്കുന്ന അവർക്കറിയേ. എല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അവിടെ കൊണ്ടുപോയിടും. അപ്പം അത് പ്രകൃതിനെ നശിപ്പിക്കല്ലോ. കാരണമാണ് അവർ കടത്താത്തത്. മണിയന്തഞ്ചാലിൽ കളിച്ചിട്ട് നേരെ വെള്ളാരംകുത്തിക്ക് പോവാ. അവിടെ ആദിവാസി കോളനിയാ. അത് കഴിഞ്ഞാൽ പിന്നെ കൊടുങ്കോടാണ്. ഇവിടെ 6 മണി കഴിഞ്ഞാൽ ആന ഇറങ്ങും. പിന്നെ നിറയെ ചീനിമരങ്ങളാ. ഒരു ആന ഒളിച്ചെന്നാലും പോലും കാണില്ല. എൻ്റെ ഇവിടെ വെള്ളം കുത്തി കുത്തി ഒഴുകിയിരുന്നു. അങ്ങനെ വെള്ളാരംകുത്ത് എന്ന് പേര് വന്നു. ഇവിടെ ബസ്സുണ്ട്. കോതമംഗലത്ത് നിന്നാണ് സ്റ്റാർട്ടിങ്. ചെറിയ കവലയാണ്. ആദിവാസി കോളനിയൊക്കെ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇവിടുന്ന് പൂയംകുട്ടി അവസാനിക്കും. അങ്ങനെ മണിയന്തഞ്ചാല് വഴി തിരിച്ച് ഞങ്ങൾ പോരാ ബ്ലാവരെ കടത്ത് കാണാൻ. മുരുക മുരുക പുലി മുരുക. ഇതാണ് ബ്ലാവന കടത്ത്. ഈ കടത്ത് കടന്നു കഴിഞ്ഞാല് പിന്നെ ആദിവാസി കുടികളാ. ഇതിൻ്റെ അപ്പുറത്ത് കല്ലേലിമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയൊക്കെ ആദിവാസി കുടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കാടാ. ആന ഇറങ്ങുന്ന കാടാണേ. അതിനുള്ളിലേക്ക് ട്രക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ ജീപ്പിൽ പോകാൻ 1200 രൂപയാണ്. 2 മണിക്കൂറാണ് ട്രക്കിങ്ങിൻ്റെ സമയം. ജീപ്പ് വണ്ടിയിൽ കഴിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ടോ? രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഉണ്ട് കടത്ത്. അത് കഴിഞ്ഞ് അവിടെ ആന ഇറങ്ങും.
ഈ പിണ്ടി വീട് വഴി മൂന്നാർക്ക് പോകുമ്പോൾ 50 മൈൽ ഇടവിട്ട് റെസ്റ്റ് ചെയ്യാൻ സത്രമൊക്കെ ഉണ്ടായിരുന്നു. ആ സത്രക്കളൊന്നും ഇന്നില്ല. ഈ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത പിണ്ടിമേടിൻ്റെ വഴി കാണിച്ചു തരാം. കുറേ കാട്ടുമരങ്ങളുണ്ട്, ചെറിയ നീർച്ചോലകളുണ്ട്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റുകാർ റോഡ് അടച്ചേക്കാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇതുവഴിയാണ് പണ്ട് മൂന്നാർക്ക് പോയത്. നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ? ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.